ബിഗ് ബോസ് മലയാളത്തിന്റെ സീസൺ 4 മുതൽ കേൾക്കുന്ന ഒന്നാണ് മത്സരാർത്ഥികൾക്കു വേണ്ടി PR വർക്ക് നടക്കുന്നു എന്നത്. മുൻ സീസണുകളിലുള്ള ചിലരും ഇത്തരം പല ഗ്രൂപ്പുകളും തങ്ങളെ സമീപിച്ചിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ സീസൺ 6 എത്തി നിൽക്കുമ്പോൾ ഗബ്രിയും അക്കാര്യം തുറന്ന് സമ്മതിക്കുകയാണ്. മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലൂടെ. ബിഗ് ബോസിൽ കയറുന്നതിന് മുൻപ് PR കമ്പനി സമീപിച്ചിരുന്നു. എന്നാൽ വേണ്ടെന്ന് ഞാൻ കരുതി. ബിഗ് ബോസ് ഏത് വിധേനയും ജയിക്കണമെന്ന് കരുതി പോകുന്നവർ PRനെ സമീപിച്ചേക്കാം. ഗെയിം എന്ന നിലയിൽ PR ടീമുകൾ ഒരു മത്സരാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കുഴപ്പമില്ല. എന്നാൽ വ്യക്തി ജീവിതത്തെ ബാധിക്കുമ്പോൾ പ്രശ്നമാണ്. ജാസ്മിൻ ഒരു പെൺകുട്ടിയാണ്. ചില കമന്റുകൾ വായിക്കുമ്പോൾ വളരെ വിഷമം തോന്നും. തെറ്റ് ചെയ്തു, തെറ്റിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ജാസ്മിന്റെ വീട്ടുകാരെ ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമില്ല. തെറ്റ് പറ്റിയെന്നുള്ള കാരണം കൊണ്ട് തരംതാണ രീതിയിൽ ഉപദ്രവിക്കേണ്ട കാര്യമില്ല. പുറത്തിറങ്ങുമ്പോൾ ജാസ്മിൻ അനുഭവിക്കാൻ പോകുന്നത് അത്രയും തരംതാണ കാര്യങ്ങളാണ്. അതിനകത്ത് അത്രയും അനുഭവിച്ചിട്ടാണ് അവൾ പുറത്തേക്ക് വരുന്നത്. അവിടെയും ഞാൻ അവളുടെ കൈ പിടിച്ചു നിൽക്കും. ഈ ഭൂമിയിൽ കോടിക്കണക്കിന് ആളുകൾ ജാസ്മിനെതിരെ നിന്നാലും അവളുടെ കൈ പിടിച്ച് ഞാൻ പറയും ജാസ്മിൻ ഫൈൻ എന്ന്. PR ടീമുകൾ എനിക്കെതിരെ നിന്നതുകൊണ്ട് എനിക്ക് നെഗറ്റീവ് ഉണ്ടായെന്ന് തോന്നിയിട്ടുണ്ട്. വളച്ചൊടിച്ച് പല വീഡിയോകളും തനിക്കെതിരെ ചെയ്തിട്ടുണ്ട്. സ്വന്തം മത്സരാർത്ഥിയെ ബൂസ്റ്റ് ചെയ്യുകയാണ് PRകൾ ചെയ്യേണ്ടത്, അല്ലാതെ മറ്റ് മത്സരാർത്ഥികളെ അടിച്ചമർത്തി അധിക്ഷേപിച്ചല്ല. പുറത്തിറങ്ങിയതിനു ശേഷം ഞാൻ അനുഭവിക്കുന്നത് എന്താണെന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും മാത്രമേ അറിയുള്ളൂ. അത് നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ പോലും എൻ്റെ അപ്പനൊന്നും എന്നോടൊന്നും ഓപ്പണായിട്ട് പറഞ്ഞിട്ടില്ല. നീ ഓക്കെ ആണോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ഞാൻ പുറത്തിറങ്ങി എങ്ങനെ ഇതിനെ നേരിടും എന്ന് മാത്രമായിരുന്നു അവരുടെ പേടി. ഞാൻ പോസിറ്റീവ് സെൻസിൽ എടുത്തപ്പോൾ അവർ ഓക്കെ ആയി. ഗെയിം കഴിഞ്ഞാലും ജീവിക്കണമല്ലോ. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല. ആരോഗ്യപരമായി വിമർശിച്ചോളൂ. വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കും ഹറാസ്മെന്റിലേക്കും പോകരുതെന്നും ഗബ്രി പറയുന്നു.